മോട്ടോർ വാഹന ക്ഷേമനിധി കുടിശ്ശിക തട്ടിപ്പിന് മോട്ടോർ വാഹന വകുപ്പിലെ ചില ഉദ്യോഗസ്ഥരും കൂട്ട്. വാഹൻ സോഫ്റ്റ്വെയറിലെ പിഴവ് മുതലെടുത്താണ് ക്ഷേമനിധി കുടിശ്ശികയുള്ള വാഹനങ്ങളുടെ സേവന വിലക്ക് മാറ്റുന്നത്. നികുതി കുടിശ്ശികയെ തുടർന്ന് ജപ്തി നേരിടുന്ന വാഹനങ്ങൾക്കും ക്ഷേമനിധിയിൽ രജിസ്റ്റർ ചെയ്യാത്തവയ്ക്കും നിയമവിരുദ്ധമായി ഉദ്യോഗസ്ഥർ ഇളവ് നൽകുന്നുണ്ട്. കോമ്പൗണ്ടിംഗ് ഫീസ് സ്വീകരിക്കാൻ ഓഫീസുകളിൽ ഏർപ്പെടുത്തിയിട്ടുള്ള സൗകര്യമാണ് ദുരുപയോഗം ചെയ്യുന്നത്. കൗണ്ടറുകളുടെ ചുമതലയുള്ള ചില ജീവനക്കാരാണ് ഇടനിലക്കാർക്ക് കൂട്ടുനിൽക്കുന്നത്. അധിക നികുതി, ഫീസ് തുടങ്ങി വാഹനരേഖകൾ പരിശോധിച്ച് തുക കണക്കാക്കി ഈടാക്കുന്നതിനാണ് കോമ്പൗണ്ടിംഗ് സൗകര്യം ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇങ്ങനെ കണക്കാക്കിയ തുകയടയ്ക്കാൻ കൗണ്ടർ ക്ലർക്ക് യൂസേഴ്സിനെയും പാസ്വേഡും നൽകും. ഇതുപയോഗിച്ച് ഓൺലൈനിൽ തുകയടച്ച് രസീറ്റ് ഹാജരാക്കുമ്പോൾ സേവന വിലക്ക് നീക്കും. ഓഫീസ് മേലധികാരിയുടെ അനുമതിയോടെയാണ് കോമ്പൗണ്ടിംഗ് ഫീസ് സ്വീകരിക്കേണ്ടത്. എന്നാൽ ഓഫീസ് മേധാവി അറിയാതെയും ഉദ്യോഗസ്ഥർക്ക് ഇത് ചെയ്യാനുള്ള സൗകര്യം സോഫ്റ്റ്വെയറിലുണ്ട്. ദേവികുളം, മാനന്തവാടി, പെരുമ്പാവൂർ, പാല, കരുനാഗപ്പള്ളി ഓഫീസുകളിൽ സേവന വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള വാഹനങ്ങൾക്ക് കൊല്ലം RT ഓഫീസിൽ നിന്ന് ഇത്തരത്തിൽ വിലക്ക് മാറ്റിയതായി കണ്ടെത്തിയിട്ടുണ്ട്. ജപ്തി നടപടികളിലേക്ക് നീങ്ങിക്കഴിഞ്ഞാൽ വില്ലേജ് ഓഫീസുകളിലാണ് തുക അടയ്ക്കേണ്ടത്. പിന്നെ മോട്ടോർ വാഹന വകുപ്പ് ഓഫീസുകളിൽ പണം സ്വീകരിക്കുന്നത് നിയമവിരുദ്ധമാണ്. റോഡ് നികുതി കുടിശ്ശികയ്ക്ക് പുറമെ ജപ്തി നടപടികൾക്കുള്ള ചെലവും റവന്യൂ വകുപ്പ് ഈടാക്കാറുണ്ട്. ഇതിനു പകരം മോട്ടോർ വാഹന വകുപ്പ് ഓഫീസുകളിൽ കുടിശ്ശിക വാങ്ങുമ്പോൾ റവന്യൂ വകുപ്പിന് കിട്ടേണ്ട തുക നഷ്ടമാകും.